സാറിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സാറിന് സിബി സാറിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നൊരു ഹാപ്പി മൊമെന്റ് എന്താണ്? എനിക്ക് തോന്നുന്ന ഒരു 10-47 വർഷത്തെ അടുപ്പുണ്ട്. ഏകദേശം ഒരേ കാലത്ത് സിനിമയിൽ വന്ന ആൾക്കാരാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരേ കാലത്ത് വന്ന ആൾക്കാരാണ്. അന്ന് മുതലുള്ള ഒരു സൗഹൃദമാണ്. പിന്നീട് സിനിമ തുടങ്ങിയപ്പോൾ സിബി ഇപ്പൊ 40 വർഷമായി, ഞാൻ 39 വർഷമായി. ഒരു വർഷം ജൂനിയറാണ് ഞാൻ. അപ്പോൾ അത് വലിയ സന്തോഷം. ഒരേ സമയത്ത് ഒരേ ടൈപ്പ് സിനിമകൾ ചെയ്യുന്നു. ഞങ്ങള് തമ്മിൽ വ്യക്തിപരമായിട്ടും വലിയ സൗഹൃദമുണ്ട്. അത് നമുക്കറിയാം, സിനിമാ രംഗത്തുള്ള ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. ആക്ടേഴ്സ് ആയാലും ശരി, ഡയറക്ടേഴ്സ് ആയാലും ഒക്കെ ശരി. പക്ഷെ സിബി ആയിട്ട് ഒരു പ്രത്യേക സൗഹൃദമുണ്ട്. അത് ഫാമിലി ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ്. ഏറ്റവും വലിയ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഒരുമിച്ച് തിരുവനന്തപുരത്ത് പോയി സിനിമ കാണുന്ന ആൾക്കാരാണ്. ഒരുമിച്ച് സിനിമകൾ കാണുന്നു, ഒരുമിച്ച് സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ എല്ലാ രീതിയിലും സൗഹൃദം. എന്നും സിബിയുടെ സിനിമ എന്താ പറയുക, വളരെ സന്തോഷത്തോടുകൂടി വളരെ എക്സൈറ്റ്മെന്റോടുകൂടി കാണുന്ന ഒരാളാണ് ഞാൻ. അത്രയും മനോഹരമായ സിനിമകളാണ് സിബി മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആ ജേണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാറിന് അതേ ടൈപ്പ്, സാർ നേരത്തെ പറഞ്ഞ പോലെ അതേ ടൈമിലാണ് സിബി സാറും ഇൻഡസ്ട്രിയിൽ പടം ചെയ്തുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ജോണറിലുള്ള സിനിമകൾ ഇങ്ങനെ ഓരോന്നോരോന്ന്, ഇപ്പൊ സമ്മർ ഇൻ ബദലേക്ക് ചെയ്യുമ്പോൾ തന്നെ അടുത്ത സിനിമകൾ വരുന്നു. ശരിക്കും സാർ കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്? ഞങ്ങൾ തമ്മിൽ അങ്ങനെ കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ജനറേഷനിൽ ഇപ്പൊ സത്യൻ, സിബി, കമൽ എന്ന് പറഞ്ഞിട്ടൊരു കോംബോ ലൈനിലായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സിനിമയിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് സ്റ്റോറീസ് ഉണ്ടാവും എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ സിബിക്ക് ഒരു വലിയ ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റൈറ്റേഴ്സിന്റെ വെച്ചാൽ സ്ട്രോങ് റൈറ്റേഴ്സിന്റെ ബാക്കപ്പ് ഉണ്ടായിരുന്നു. ഒരു പക്ഷെ എന്നെക്കാളും കൂടുതൽ ആ ഒരു ബാക്കപ്പ് കിട്ടിയിട്ടുള്ള ഒരു മികച്ച തിരക്കഥകൾ കിട്ടിയിട്ടുള്ള സംവിധായകനാണ്. അതിൻ്റെയും കൂടി പക്ഷെ ആ തിരക്കഥകളെ കയ്യൊതുക്കത്തോടുകൂടി ചെയ്യാനും അതിനേക്കാളും തിരക്കഥാകൃത്ത് എന്താണ് വിചാരിച്ചത് അതിനേക്കാളും മനോഹരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കാനും കഴിയാന്നുള്ളത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ മികച്ച കഥാപാത്രങ്ങൾ സിബിയുടെ സിനിമയിലൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മള് സാർ ഔദ്യോഗികമായ ഭാഗത്ത് ഇരുന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇതുപോലെയുള്ള നമ്മുടെ ലെജൻസിനെ ഓർമ്മപ്പെടുത്താൻ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് പ്രതീക്ഷിക്കാമോ ഇനി വരുന്ന നാളുകൾ? സാംസ്കാരിക വകുപ്പ് ചെയ്യാറുണ്ട്, അവരുടേതായ രീതിയിൽ ചെയ്യാറുണ്ട്. പിന്നെ അതിനും ലിമിറ്റേഷൻ ഉണ്ടല്ലോ, കാരണം സർക്കാർ സ്ഥാപനമാണ്. അപ്പൊ സിനിമയിലുള്ളത് മാത്രമല്ലല്ലോ. അപ്പൊ സിനിമയുടെ ഇതാണ് ചലച്ചിത്ര അക്കാദമിയെങ്കിലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും ചെയ്യാറുണ്ട്, ആദരിക്കാറൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി 40 വർഷം എന്നുള്ളൊരു ക്രൈറ്റീരിയ അല്ല. പക്ഷെ അവാർഡുകളും കാര്യങ്ങളും എല്ലാം കിട്ടിയാൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഒരു സിനിമ പങ്കെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ നമ്മൾ ആദരിക്കാറുണ്ടായിരുന്നു അക്കാദമി. ഒരു മനസ്സിൽ ഓർമ്മ വരുന്ന സിനിമ ഏതാണ്? ഒരു സിനിമ പറയാൻ പറഞ്ഞു. കുറെ സിനിമകളുണ്ട്, പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ സിബിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സതയെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ളത്. Happy Peanut Butter, a healthy source of protein.